ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഹമീദും വമദീലുഹു തആല ശഅനുഹുല്ലദീൻ മുസല്ലിയം വമുസല്ലിമൻ അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനികളെ, കുറച്ച് കാലങ്ങളായി ഒരു വലിയ പൊട്ടൻ വിശ്വാസം, അബദ്ധധാരണ കാട്ടുതീയിൻ്റെ ശക്തിയിലും വേഗതയിലും പ്രചരിക്കുന്നുണ്ട്. ആരാധനകൾ അതൊക്കെ ഷർത്തുകളും ഫർളുകളും നോക്കി നമ്മൾ കഷ്ടപ്പെടേണ്ടതില്ല, വസ്വാസാവേണ്ടതില്ല. നല്ല മനസ്സോടെ അള്ളാഹുവിന് ആരാധന ചെയ്താൽ മതി. അതുപോലെ മറ്റ് സാമ്പത്തിക ഇടപാടുകളാണെങ്കിലും മറ്റേത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് ശരിയെന്ന രൂപത്തിൽ ചെയ്താൽ മതി. ഷർത്തും ഫർളും നോക്കി വസ്വാസാകേണ്ടതില്ല എന്നൊരു ധാരണ സമൂഹത്തിൽ പ്രചരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ധാരണ വെച്ച് നമ്മൾ ഒരു ഇബാദത്തും ചെയ്തിട്ട് കാര്യമില്ല. ആദരവായി നിബിതങ്ങളുടെ അടുക്കൽ ഒരു സഹാബി വന്നു. 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം നബിയുടെ അടുക്കലേക്ക് വന്ന് സലാം ചൊല്ലിയപ്പോൾ നിബിതങ്ങൾ പറയുകയാണ്, മാറ്റി നിസ്കരിക്ക്, കാരണം നീ നിസ്കരിച്ചിട്ടില്ല. നിസ്കരിച്ചു വന്ന ആളോടാണ് ആദരവായ നിബിതങ്ങൾ പറയുന്നത്, മാറ്റി നിസ്കരിക്ക്, കാരണം നീ നിസ്കരിച്ചിട്ടില്ല. ഇത് 3 തവണ ആവർത്തിച്ചു. ശേഷം അതിൻ്റെ കാരണം ആദരവായ നിബിതങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. നമ്മളൊക്കെ നിസ്കാരത്തിൻ്റെ 9ാമത്തെ റുക്നായി എണ്ണുന്ന, 9ാമത്തെ ഫർളായി എണ്ണുന്ന തുമൈനീനത്ത്, അനക്കം അടങ്ങൽ എന്ന ആ ഫർള് അതൊഴിവാക്കിയിട്ടാണ് ആ സ്വഹാബി അത് നിർവഹിച്ചത്. അതുകൊണ്ടാണ് നിബിതങ്ങൾ ആ നിസ്കാരം ശരിയല്ല എന്ന് പറയുന്നതിന് പകരം നിസ്കരിച്ചിട്ടെന്ന് ഇല്ല എന്നൊരു ശൈലിയാണ് ആദരവായ നിബിതങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നത്. ഈ ഒറ്റ സംഭവത്തിൽ നിന്ന് തന്നെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഷർത്തിൻ്റെയും ഫർളിൻ്റെയും മറ്റ് നിബന്ധനകളുടെയും എല്ലാം വില നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, സ്വഹാബികൾ എന്ന് വെച്ചാൽ സമുദായത്തിൽ ഏറ്റവും സ്ഥാനമുള്ള മഹാന്മാരാണ്. ആദരവായ നിബിതങ്ങളെ മാറ്റി നിർത്തിയാൽ ഏറ്റവും വലിയ മഹാന്മാരാണ് സ്വഹാബികൾ. മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖിനെ പോലെയുള്ള വലിയ വലിയ ഔലിയാക്കൾക്ക് പോലും സ്വഹാബത്തിൻ്റെ കീഴേ സ്ഥാനമുള്ളൂ. അങ്ങനെയുള്ളൊരു സ്വഹാബി ചെയ്ത നിസ്കാരമാണ് 9ാമത്തെ ഫർളായ തുമൈനീനത്ത് ഒഴിവാക്കിയതിൻ്റെ പേരിൽ മാറ്റി മാറ്റി നിസ്കരിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇബാദത്തുകളൊക്കെ എങ്ങനെയെങ്കിലും ചെയ്താൽ മതി എന്ന വിശ്വാസം അത് പൊട്ടൻ വിശ്വാസമാണ്. മാത്രമല്ല, ലോകാവസാനവുമായി ബന്ധപ്പെട്ട് രചിക്കപ്പെട്ട ഇമാം ബർസഞ്ചിയുടെ ഒരു കിതാബുണ്ട്. ആ കിതാബിൽ ഒരു പ്രവചനം പറയുന്നുണ്ട്. ലോകാവസാനം അടുത്തെത്തുന്ന സമയത്ത് 50 ആളുകൾ നിസ്കരിക്കും. 50 ആളുകൾ നിസ്കരിച്ചാൽ അവരിൽ ഒരാളുടെ നിസ്കാരം പോലും ശരിയാവുകയില്ല. അങ്ങനെയുള്ളൊരവസ്ഥ വരും. 50 ആളുകൾ നിസ്കരിച്ചിട്ട് ഒരാളുടെ നിസ്കാരം പോലും ശരിയാകാത്ത ഒരവസ്ഥ വരും. ഇതിൻ്റെ വിശദീകരണത്തിൽ ഇമാം ബർസഞ്ചി വിശദീകരിക്കുന്നത്, മഅനാഹു അന്നഹും ലാ യഅതൂന ബിശുറൂത്തിഹ വർക്കാനിഹ, നിസ്കാരത്തിൻ്റെ ഫർളുകളും ഷർത്തുകളും അവർ കൊണ്ടുവരൂല, അതുകൊണ്ടാണ് സ്വീകരിക്കാത്തത്. അപ്പോൾ ആരാധനകളൊക്കെ എങ്ങനെയെങ്കിലും നിർവഹിച്ചാൽ പോരാ. അതുപോലെ മറ്റിടപാടുകളും ഒക്കെ ശരിക്ക് ഷർത്തുകളായാലും ഫർളുകളായാലും എല്ലാ സംഗതികളും നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ പഠിച്ച് അനുസരിച്ച് ചെയ്യുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ആഖിറത്ത് ഉപകരിക്കും. ആഖിറത്തിൽ നമുക്ക് ഉപകാരം കിട്ടും ഈ ചെയ്ത സൽക്കർമ്മങ്ങൾക്കൊക്കെ. അപ്പോൾ അതിന് വളരെ ഉപകരിക്കുന്ന ഒരു നല്ലൊരു പുസ്തകത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് എൻ്റെ ഈ വീഡിയോ. കർമ്മശാസ്ത്ര പാഠങ്ങൾ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് ഷെയ്ഖുൽ ഉലമ NK ഉസ്താദ്, ഷെയ്ഖുൽ ഉലമ NK മുഹമ്മദ് മൗലവി എന്ന ഒരു വലിയ പണ്ഡിതനാണ് ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. മഹാനവറുകളെ ചില്ലറക്കാരനല്ല, അറിയാത്തവർക്ക് വേണ്ടി മാത്രം വിശദീകരിക്കുകയാണ്. 1960കളുടെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ മെമ്പറാകാൻ ഭാഗ്യം ലഭിച്ച ഒരു വലിയ പണ്ഡിതനാണ്. എത്രയോ ദശകങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ മെമ്പറാകാൻ ഭാഗ്യം ലഭിച്ച ഒരു പണ്ഡിതൻ. അതുപോലെ 1967 മുതൽ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയിലും മെമ്പറാകാൻ, മുഷാവറയിൽ മെമ്പറാകാൻ അദ്ദേഹത്തിന് സാധിച്ചു. എന്ന് മാത്രമല്ല, 2000 മുതൽ മഹാനവറുകൾ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ വലിയ പണ്ഡിത സഭയുടെ പ്രസിഡന്റായിരുന്നു. അതുപോലെ തന്നെ നുസ്രത്തുൽ അനാം മാസിക എന്നൊരു പ്രസിദ്ധീകരണം,
പണ്ഡിതന്മാർക്കിടയിലും മുത്തല്ലിങ്ങൾക്കിടയിലും വളരെ പ്രചാരമുള്ള, അവർ ജീവവായു പോലെ കാണുന്ന ഒരാധികാരിക മാസികയാണ് നുസ്രത്തുൽ അനാം മാസിക. അതിൻ്റെ ചീഫ് എഡിറ്ററായിട്ടും അദ്ദേഹം മരിക്കുവോളം തുടർന്നു. അതിൻ്റെ പുറമെ മഹാനവറുകൾ 1964 മുതൽ 2021 വരെ പരപ്പനങ്ങാടി ജുമുഅത്ത് പള്ളിയിൽ, കൃത്യമായി പറയുകയാണെങ്കിൽ 57 കൊല്ലക്കാലം അനുസ്യൂതമായി അവിടെ ദർസ് നടത്തുകയും അനേകം പണ്ഡിതന്മാരെ വാർത്തെടുക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ എല്ലാ സ്വത്തസേമക്കുമപ്പുറം വളരെ വലിയ മഹാപണ്ഡിതനാണ് ശൈഖുൽ ഉലമ NK മുഹമ്മദ് മൗലവി. ആ മഹാപണ്ഡിതനാണ് ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. അതുപോലെ മറ്റൊരു പ്രത്യേകത, ഈ ഗ്രന്ഥം അദ്ദേഹം അനേകം കൊല്ലങ്ങൾ, 10 20 അല്ല, ഒരുപാട് കൊല്ലങ്ങൾ, ഒരുപാട് ദശകങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. നുസ്രത്തുൽ അനാം മാസികയിൽ ഖണ്ഡികയായി അദ്ദേഹം പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളുടെ സമാഹാരമാണ് ഈ ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൻ്റെ ആദ്യ ഭാഗം, അതായത് 15 അദ്ദേഹം നുസ്രത്തിൽ ലേഖനം എഴുതുന്ന കാലത്ത് 15 കൊല്ലക്കാലം അത് പൂർണ്ണ പരിശോധന നടത്തിയിരുന്നത് മഹാനായ താജുൽ ഉലമാ സദഖത്തുല്ലാഹ് ഉസ്താദ്, എല്ലാ പണ്ഡിതന്മാരുടെയും ഗുരുവര്യരായ, അറിവിൻ്റെ മഹാസാഗരമായ, സത്യസന്ധതയുടെ ആൾരൂപമായ മഹാനായ ശൈഖുന KK സദഖത്തുല്ലാഹ് ഉസ്താദ് അവറുകളാണ് ഈ എഡിറ്റ് നിർവഹിച്ചിരുന്നത്. മഹാനവറുകളുടെ ശേഷം മഹാനായ ശംസുൽ ഉലമ കീഴന ഓറാണ് ഇത് പൂർണ്ണ പരിശോധന നടത്തിയത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ 2 പണ്ഡിതന്മാർ, ഏറ്റവും വലിയ പണ്ഡിതന്മാർ, ആ മഹാന്മാരാണ് ഈ ഗ്രന്ഥം പൂർണ്ണമായി നോക്കുകയും ശരിവെക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഈ പുസ്തകത്തിൻ്റെ ആധികാരികത എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ആദ്യത്തെ 15 കൊല്ലക്കാലം മഹാനായ താജുൽ ഉലമ സദഖത്തുല്ലാഹ് ഉസ്താദ് അവറുകളാണ് ഇത് എഡിറ്റ് ചെയ്യുകയും അതുപോലെ ഇത് പൂർണ്ണ പരിശോധന നടത്തുകയും ചെയ്തത്. മഹാനവറുകൾ വഫാത്തായതിന് ശേഷവും ഈ ലേഖനങ്ങൾ തുടർന്നു. ആ സമയത്ത് മഹാനായ ശംസുൽ ഉലമ കീഴനോറായിരുന്നു നുസ്രത്തുൽ അനാമിൻ്റെ മുഖ്യ ഉപദേശകർ. മഹാനവറുകൾ ആ നിലയിൽ തന്നെ ആധികാരികത അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഈ ഗ്രന്ഥം, ഇതിന് വേറെയും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഷാഫി മദ്ഹബ് ഫോളോ ചെയ്യുന്ന മലയാളികൾക്ക് തീർച്ചയായും ഉപകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. സാധാരണക്കാർക്ക് ആലംബവും പണ്ഡിതന്മാർക്ക് അവലംബവുമായ ഒരു ഗ്രന്ഥം എന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയും. ഇതിന് ഒരു പ്രത്യേകത, നമ്മുടെ ഫത്തുൽ മൊയ്നിൻ്റെ ഒരു മലയാള വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഫത്തുൽ മൊയ്നിൽ പറയുന്ന ഏകദേശം എല്ലാ മസലകളും പച്ച മലയാളത്തിൽ ഏത് സാധാരണക്കാരനും തിരിയുന്ന രൂപത്തിൽ 10 കൂട്ടിയാൽ 20 എന്ന് കിട്ടുന്ന ഏത് ശരാശരി ബുദ്ധിക്കാർക്കും തിരിയുന്ന രൂപത്തിലാണ് ഈ പുസ്തകത്തിൻ്റെ രചന. ആർക്കും തിരിയും. എത്ര സാധാരണക്കാരനായ ആൾക്കും, ഒരിക്കൽ പോലും മദ്രസയിൽ പോകാത്ത ആളുകൾക്ക് പോലും തിരിയുന്ന വിധത്തിൽ വളരെ ലളിതമായിട്ടാണ് ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, സാധാരണ നിലയിൽ നമ്മൾ അറിയേണ്ട, ഒരു മുസ്ലിം എന്ന നിലയിൽ അറിയേണ്ട എല്ലാ മസലകളും ഇതിൽ പറയുന്നുണ്ട്. ഇതിൽ കുറേ കാര്യം നിസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത്. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ, ഫർളുകൾ, അതുപോലെ സുന്നത്ത് നിസ്കാരങ്ങൾ, അതുപോലെ യാത്രക്കാരുടെ നമസ്കാരങ്ങളായ കസ്ർ നിസ്കാരങ്ങൾ, ജമ്മ് നിസ്കാരങ്ങൾ, അതുപോലെ ജുമുഅ, മയ്യത്ത് പരിപാലനം, സക്കാത്ത്, നോമ്പ്, ഹജ്ജും ഉംറയും, ഉദ്ഹിയത്ത്, അഖീഖത്ത്, വേട്ട, നേർച്ച, അതുപോലെ ബൈഅ, സലമ്, പണയം, ഹവാലത്ത്, വക്കാലത്ത്, ഇജാറത്ത്, വഖഫ്, വസിയത്ത്, ഫറായിദ് മസലകൾ, വദിയത്ത്, അതുപോലെ വിവാഹവുമായി ബന്ധപ്പെട്ട കഫാത്ത്, മഹർ മിസ്ല്, വലീമത്ത്, തൊലാഖ്, ഖുൽഅ്, ഫസ്ഖ്, ഈലാ, ലിയാന്, ഇദ്ദ, ഇങ്ങനെ ഓരോ വിഷയങ്ങളും. അതിൻ്റെ പുറമെ ജിനായത്തുമായി ബന്ധപ്പെട്ട കൊലപാതകം, അതുപോലെ റിദ്ദത്ത്, ഹുദൂദ്, ഇങ്ങനെ, അതുപോലെ മാർക്കം ചെയ്യൽ, കാതുകുത്തലും മൂക്കുകുത്തലും, വളർത്തു ജീവികൾ നശിപ്പിച്ചതിനും ഉത്തരവാദിത്തം, ഇങ്ങനെ എല്ലാ വിഷയങ്ങളും ഏത് പൊട്ടനും തിരിയുന്ന രൂപത്തിൽ വളരെ ലളിതമായിട്ടാണ് ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. ഇതിന് 624 പേജുകളാണുള്ളത്. പിന്നെ ഈ ഗ്രന്ഥം രചിക്കുന്നതിനെക്കുറിച്ച്, ഇതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച്
ഇതിൻ്റെ ഗ്രന്ഥകാരൻ തന്നെ രേഖപ്പെടുത്തിയത് സാധാരണക്കാരായ സഹോദരീ സഹോദരങ്ങൾ സ്വയം വായിച്ച് അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരാശ്രയമില്ലാതെ പരിഹാരം കാണാനും ഗ്രാമീണ മേഖലകളിലെ പള്ളി മദ്രസകളിൽ സേവനം ചെയ്യുന്ന യുവപണ്ഡിതന്മാർ വാരാന്തവും മാസാന്തവും നടത്തിവരുന്ന വയോജന മതപഠന ക്ലാസ്സുകളിൽ ഉപകാരപ്പെടാനും ലക്ഷ്യമാക്കിയാണ് പ്രധാനമായും ഇതെഴുതിയത്. അപ്പോൾ ഇത് സാധാരണക്കാർക്ക് മാത്രമല്ല യുവപണ്ഡിതന്മാർക്കും ഉപകരിക്കുന്ന രൂപത്തിലാണ് ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. പിന്നെ സാന്ദർഭികമായി പ്രിയപ്പെട്ട മുത്തലിം സുഹൃത്തുക്കളോടും യുവപണ്ഡിതന്മാരോടും ഒരു കാര്യം ഉണർത്തുകയാണ്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ കിതാബുകളിൽ കണ്ടാൽ പോലും അത് പെട്ടെന്ന് നമുക്ക് സ്വീകരിക്കാൻ കഴിയാത്ത പല മസലകളും ഉണ്ടാവാറുണ്ട്. ഉദാഹരണത്തിന് നമുക്കറിയാം, നിസ്കാരത്തിൽ വലത്തോട്ടേക്കോ ഇടത്തോട്ടേക്കോ തിരിയൽ ഹറാമാണെന്ന് പറയുന്ന ഭാഗം ചില കിതാബുകളിലുണ്ട്. സത്യത്തിൽ അങ്ങനെ ചെയ്യുന്നത് കറാഹത്താണ്, ഹറാമില്ല. അതാണ് പ്രബലാഭിപ്രായം. പക്ഷേ ഇത് പ്രബലാഭിപ്രായമാണെന്നറിയാതെ ഇത് വെച്ച് പ്രസംഗിക്കുന്ന എത്രയോ ആളുകളെ നമ്മൾ കാണാറുണ്ട്. സത്യത്തിൽ അത് ഹറാമില്ല, മറിച്ച് എന്താണ്, കറാഹത്തേണ്ടത്. അതുപോലെ തന്നെ വേറൊരു ഉദാഹരണം പറയാം. നമ്മൾ ഓതുന്ന മഹല്ലി എന്നുണ്ടാകും. അതിൽ ജുമുഅയെക്കുറിച്ച് പറയുമ്പോൾ ജുമുഅ നിസ്കാരം അത് വാജിബ് കിഫായാണ് എന്നൊരു ഖീലയുണ്ട് എന്ന് കാണാം. വാജിബ് കിഫായാണ്. സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാജിബ് കിഫായാണെന്ന് ഖീലയുണ്ടെങ്കിലും ആ ഖീല ഒരു നിലയിലും പരിഗണിക്കാൻ പറ്റാത്ത ഒരു ഖീലയാണ്. തർശീലൊക്കെ പറയുന്നുണ്ട് അത് ഷാദാണ്, അതൊരിക്കലും അവലംബിക്കപ്പെടാൻ പറ്റുകയില്ല. എല്ലാ പണ്ഡിതന്മാരും വാജിബ് കിഫായ എന്നല്ല പറയുന്നത്, വാജിബ് അയ്യാണ് എന്നാണ് പറയുന്നത് എന്നൊക്കെ തർശീൽ പറയുന്നുണ്ട്. അപ്പോൾ കിതാബിൽ കണ്ടാൽ പോലും ചിലപ്പോൾ എന്തായിപ്പോകും, അബദ്ധങ്ങൾ വരും. അപ്പോൾ ഈ അബദ്ധങ്ങളില്ലാതെ പ്രബലാഭിപ്രായം തന്നെ നമുക്ക് കണ്ടെത്താനുള്ള ഒരു എളുപ്പ വഴിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഗ്രന്ഥം. അങ്ങനെ വരുമ്പോൾ യുവപണ്ഡിതന്മാർക്ക് ഇതൊരു വലിയ ഒരു നിധിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇതിൽ ഓരോ പുണ്യകർമ്മങ്ങളും വളരെ നന്നായി കൃത്യമായി പരമാവധി പുണ്യം കിട്ടുന്ന രൂപത്തിൽ തന്നെ ചെയ്യാൻ വേണ്ടി മഹാനവറുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇതിൻ്റെ 239 പേജിൽ ലബ്ബൈക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ലബ്ബൈക്ക നിർവഹിക്കുമ്പോൾ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക ലാ ശരീക ലക് ഈ രൂപത്തിലാണ് നമ്മൾ പറയാറുള്ളത്. എന്നാൽ ഇമാം ഷർവാനി 463 ഒരു മസ്അല പറയുന്നുണ്ട്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക് എന്നിങ്ങനെ മൂന്നാമത്തെ ലബ്ബൈക്കയുടെ മേൽ വഖഫ് ചെയ്തുകൊണ്ടാണ് തൽബിയത്ത് ചെല്ലലാണ് കൂടുതൽ ഉത്തമം, അതാണ് കൂടുതൽ പുണ്യമെന്ന് ഇമാം ഷർവാനി പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ സമൂഹത്തിൻ്റെ നടപ്പങ്ങനെയല്ല, നമ്മൾ മൂന്നാമത്തെ ലബ്ബൈക്കിൽ വഖഫ് ചെയ്യാറില്ല. എന്നാൽ ഇതിൽ ആ ഷർവാനി ഇമാം പഠിപ്പിച്ചതുപോലെ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക് അങ്ങനെ അവിടെ മൂന്നാമത്തെ ലബ്ബൈക്കിന് വഖഫ് ചെയ്തുകൊണ്ടാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ പരമാവധി കൂലി കിട്ടുന്ന രൂപത്തിൽ തന്നെ ആളുകൾ ചെയ്യട്ടെ എന്ന രൂപത്തിലാണ് ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഗ്രന്ഥം നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ അപ്പുറം, നമ്മുടെ എല്ലാ സ്വപ്നസീമക്കും അപ്പുറം നമുക്ക് ഉപകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളോടും എനിക്ക് ഉണർത്താനുള്ളത്, ഈ ഗ്രന്ഥം നമ്മൾ പരമാവധി എല്ലാ മുസ്ലിം മക്കൾക്കും വാങ്ങാൻ ഇത് പ്രചോദനം നൽകണം. അതുപോലെ ഇത് നമ്മൾ വായിച്ചു തീർക്കുന്ന കാര്യത്തിലും ജാഗ്രത വേണം. ഇത് 600 പേജിൻ്റെ അപ്പുറമുണ്ട് എന്നൊക്കെ കാണുമ്പോൾ അത് വായിക്കാൻ നമുക്ക് മടിയുണ്ടാകാൻ പാടില്ല. പൊതുവെ കട്ടിയുള്ള പുസ്തകങ്ങൾ ആളുകൾ വായിക്കാറില്ല. കട്ടിയുള്ള പുസ്തകങ്ങൾ വായിക്കാൻ ആളുകൾക്ക് മടിയാണ്. അതുകൊണ്ട് തന്നെ വായനശീലം തുടങ്ങുന്ന ആളുകൾക്ക് നൽകപ്പെടുന്ന ഉപദേശങ്ങളിൽ ഒന്ന്, നിങ്ങൾ കട്ടിയില്ലാത്ത പുസ്തകം വായിക്കണം, 100 പേജിൽ കുറവുള്ള ബുക്ക് വായിക്കണം, എന്നാലേ നമുക്കെന്താകാൻ വായനശീലം വരികയുള്ളൂ എന്നൊക്കെ പഠിപ്പിക്കപ്പെടാറുണ്ട്. അപ്പോൾ ഈ കട്ടിയുള്ള പുസ്തകം വായിക്കാൻ സാധാരണ അധികം ആളുകൾക്കും പ്രയാസമായിരിക്കും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദിവസവും ഒരു 10 പേജ് വായിക്കുക. എന്നാൽ തന്നെ 10 ദിവസം കൊണ്ട് 100 പേജ് വായിക്കാൻ കഴിയും. 100 പേജ് വായിക്കാൻ കഴിയും.
അപ്പോൾ 600 പേജ് വായിച്ചു തീർക്കാൻ വെറും 60 ദിവസം മതി. വെറും 60 ദിവസം മതി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു, നമ്മൾ ഉദ്ദേശിക്കുന്നതിലും എത്രയോ അപ്പുറം നമുക്ക് ഉപകരിക്കുന്ന വളരെ നല്ല വിലപ്പെട്ട ഗ്രന്ഥമാണിത്. കൊല്ലങ്ങളോളം ദർസ് നടത്താൻ ഭാഗ്യം ലഭിച്ച ഒരു മഹാപണ്ഡിതനാണ് ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. അതിൻ്റെ പുറമെ കേരളക്കര കണ്ട ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽപ്പെട്ട മഹാനായ ശംസുൽ ഉലമാ കീഴനൂറും മഹാനായ താജുൽ ഉലമാ സദഖത്തുള്ള ഓറുടെയും അംഗീകാരം കിട്ടിയ, അവരുടെ ഇഷ്ടപ്പെട്ടൊരു പണ്ഡിതനാണ് ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് എന്നൊരു വസ്തുത നമ്മളെല്ലാവരും മനസ്സിലാക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ കർമ്മങ്ങളും ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ, തദ്വാര റബ്ബിൻ്റെ തൃപ്തി കിട്ടുവാൻ, തദ്വാര സ്വർഗത്തിലേക്ക് കയറിപ്പറ്റാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മിങ്കിൾ ഗ്രൂപ്പ് നടത്തുന്ന ഈ ബുക്ക് റിവ്യൂവിൽ ഈ വിഷയത്തെ അവതരിപ്പിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. അസ്സലാമു അലൈക്കും.